നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും മാസത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൾ ലിസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. കോൾ നമുക്ക് വിളിച്ചതും നമുക്ക് വന്ന കോളുകളും മിസ് കോൾ ആയിട്ടുള്ള കോളുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വർഷക്കാലത്തേക്കുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് എടുക്കാൻ സാധിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. പവർ ടിപ്സ് പരിചയപ്പെടുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എത്താൻ സാധിക്കും. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നുള്ള കോൾ ഹിസ്റ്ററി, കോൾ ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. നമുക്ക് ഇതുപോലെ കാണുന്ന ഭാഗത്ത്, ഏറ്റവും അവസാനം കാണുന്ന ഭാഗത്ത് ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രി എന്ന് കാണുന്ന ഭാഗം ടിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് താഴെ കാണുന്ന ഭാഗത്ത് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ ഏറ്റവും അവസാന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ടു കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് SMS നമുക്ക് ബാക്കപ്പ് ചെയ്ത് ഇതുപോലെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിക്കും, കോൾ ലോഗ്സ് എടുക്കാൻ സാധിക്കും, കോൺടാക്റ്റ് എടുക്കാൻ സാധിക്കും എന്നൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ പറയുന്നുണ്ട്. നമുക്കതൊന്നും തൽക്കാലം നോക്കേണ്ടതില്ല. നമുക്ക് കോൾ ഹിസ്റ്ററി എങ്ങനെ എടുക്കുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. താഴെ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ടു കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് ഇതുപോലൊരു പോപ്പപ്പ് വരും. ഇവിടെ നമുക്ക് ഏത് ആണ് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. SMS ആണോ, ജനറൽ കോൾ ലോഗ് ആണോ, കോൺടാക്ട്സ് ആണോ, സ്പെസിഫിക് കോൺടാക്ട് ലോഗ് ആണോ, ഇതൊന്നും നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. നമുക്ക് ആദ്യം വേണ്ടത് ജനറൽ കോൾ ലോഗ് എന്നുള്ള ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് കോൾ ലോഗ്സ് ആണ്, നമ്മുടെ കോൾ ഹിസ്റ്ററി ആണ് നമ്മൾ എടുക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും. ഇവിടെ കോൾ ലോഗ് ഡീറ്റെയിൽസ് എന്നതിന് താഴെയായിട്ട് നമുക്ക് 2 ഡേറ്റ് കാണാൻ സാധിക്കും. ഈ ഡേറ്റ് ആണ് നമുക്ക് ഏത് ഡേറ്റിലുള്ള കോൾ ഹിസ്റ്ററിയാണ് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ആദ്യത്തിൽ നമുക്ക് ഡിസംബർ 23, 2020 നമുക്ക് വന്നിട്ടുള്ള കോളുകൾ മുതൽ ഇവിടെ നമുക്ക് ഇതേ ദിവസം 2021 ഡിസംബർ 23 വരെയുള്ള കോളുകൾ നമുക്ക് എടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ തൽക്കാലം അത് തന്നെ സെലക്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തുന്നില്ല. നിങ്ങൾക്ക് വേണ്ട ഡേറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. തുടർന്ന് ഇവിടെ കോൾ ലോഗ് ഡീറ്റെയിൽസ്, ഓൺലി ഡയൽഡ് കോൾസ്, ഓൺലി റിസീവ്ഡ് കോൾസ്, ഓൺലി മിസ്ഡ് കോൾസ് എന്നുള്ള ഓപ്ഷൻസിലുണ്ട്. ഇത് നമുക്കിവിടെ ഏറ്റവും മുകളിൽ കോൾ ലോഗ് ഡീറ്റെയിൽ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് കിട്ടും. അതായത് മിസ് കോള്, ഡയലർ കോള്, അതുപോലെ തന്നെ റിസീവ്ഡ് കോളൊക്കെ പൂർണ്ണമായി കിട്ടും. നിങ്ങൾക്ക് ഡയലർ മാത്രം മതിയെങ്കിൽ ഇവിടെ ഓൺലി ഡയൽഡ് കോൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. SMS ആണെങ്കിൽ, മിസ്ഡ് കോൾ ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പൂർണ്ണമായിട്ട് ലഭിക്കണമെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിലുള്ള കോൾ ലോഗ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമുക്കിവിടെ PDF ആയിട്ടാണ് ഇത് നമുക്ക് ലഭിക്കുക. അത് ഈ കോൾ ഹിസ്റ്ററി പൂർണ്ണമായിട്ട് നമുക്കൊരു PDF ഫയലായിട്ടാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ PDF ഫയൽ നമുക്കൊരു പേര് കൊടുക്കണം. കാരണം നമ്മുടെ ഗാലറിയിൽ, നമ്മുടെ ഫയൽ മാനേജറിൽ ഈ ഒരു PDF എത്തിക്കഴിഞ്ഞാൽ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പേര് നമ്മൾ നൽകണം. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം കോൾ ഡീറ്റെയിൽസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. തുടർന്ന് താഴെ കാണുന്ന ഭാഗത്ത് എക്സ്പോർട്ട് ടു PDF എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പോപ്പപ്പ് വരും. ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു പോപ്പപ്പ് വരും, പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു പോപ്പപ്പ് വരും, ഇവിടെയും നമ്മൾ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ ഒരു നമ്മുടെ കോൾ ഡീറ്റെയിൽസും പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ട്. ഓർക്കുക, ഇത് ആരുടെ ഡീറ്റെയിൽസ് ആണ് ലഭിക്കേണ്ടത്? അവരുടെ മൊബൈൽ ഫോണിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇതുപോലെ ചെക്ക് ചെയ്യേണ്ടത്. എൻ്റെ ഈ മൊബൈൽ ഫോണിലുള്ള ഡീറ്റെയിൽസ് ആണ് എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതായത് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവരുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ മെത്തേഡ് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ നമ്മൾ ഇടത് ഭാഗത്ത് ഇവിടെ ഈ ലിസ്റ്റിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും ആദ്യത്തിൽ നെയിമാണ് കാണുന്നത്. അതായത് നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന കോൺടാക്റ്റ് നെയിം ഇവിടെ കാണാൻ സാധിക്കും. സേവ് ചെയ്യാത്ത കോൺടാക്റ്റിൽ നിന്ന് വന്ന കോളുകളാണെങ്കിൽ അവിടെ മൊബൈൽ നമ്പറാണ് കാണാൻ സാധിക്കുക. രണ്ടാമതായിട്ട് ഫോൺ നമ്പർ എന്ന് കാണുന്ന ഭാഗത്ത് നമുക്ക് ആ ഒരു നമ്പർ വീണ്ടും മൊബൈൽ നമ്പറായിട്ട് കാണാൻ സാധിക്കും. തൊട്ടടുത്തായിട്ട് നമുക്ക് ടൈം എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കോൾ ചെയ്ത ടൈമും ഡേറ്റും ഇതിനകത്ത് കാണാൻ സാധിക്കും. തൊട്ടടുത്തായിട്ട് ഡ്യൂറേഷൻ, അതായത് നമ്മൾ എത്ര മിനിറ്റ് സംസാരിച്ചു എന്നുള്ള
ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. തൊട്ടടുത്തായിട്ട് ടൈപ്പ്, അതായത് നിങ്ങൾക്ക് ഏത് വിഭാഗത്തിലാണ് ആ കോൾ വന്നത്, അതായത് ഡയറക്റ്റ് കോൾ ആണോ റിസീവ്ഡ് കോൾ ആണോ മിസ് കോൾ ആണോ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ എനിക്കിപ്പോൾ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഇല്ല, കാരണം ഇതൊരു പുതിയ മൊബൈൽ ഫോൺ ആയതുകൊണ്ടാണ്. ഇവിടെ 2 പേജ് മാത്രമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്, കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് കാലം യൂസ് ചെയ്ത മൊബൈൽ ഫോൺ ആണെങ്കിൽ അതിൽ വരുന്ന കോളുകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേജായിട്ട് കിട്ടും. ഇനി ഇതെങ്ങനെ PDF ആയിട്ട് സൂക്ഷിക്കാൻ നോക്കാം. അപ്പം അതിനുവേണ്ടി ഏറ്റവും മുകളിൽ ഷെയർ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇതുപോലെ നിങ്ങൾക്ക് ഒരു PDF ആയിട്ട് ലഭിക്കും. ഇവിടെ വേണമെങ്കിൽ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ Gmail അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മറ്റൊരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതെല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാനോ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.